ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ മാഷിനോട് വേദ പറയും, അന്നത്തെ ആ കേസ് തെറ്റായിക്കൂടെ അച്ഛാ? ആ തെളിവുകളും സാഹചര്യവും വിക്രമിനെതിരെ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലോ? മാഷിക്കും എങ്കിൽ അവൻ എന്തിനു കുറ്റം ഏറ്റെടുക്കണം? വേദ പറയും, എനിക്ക് തോന്നുന്നത് വിക്രം ആ കുറ്റം ഏറ്റെടുത്തത് അച്ഛന് വേണ്ടിയാണെന്നാണ്. ഇത് കേൾക്കുന്ന മാഷ് അങ്ങ് ഞെട്ടിപ്പോവും. അത് കേട്ടായിരിക്കും കമലയും വരുന്നത്. അമ്മയും ഞെട്ടലോടെ നിൽക്കുക. വന്ന് വേദയ്ക്ക് ചായ കൊടുക്കും. വേദ അത് വാങ്ങിച്ചു കുടിക്കും. അങ്ങനെ വേദ പറയണേ, അന്ന് അച്ഛന്റെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അന്ന് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായി വിക്രം ആ കുറ്റം ഏറ്റെടുത്തതാണെങ്കിലോ? അത് കേൾക്കുമ്പോ അവര് ഞെട്ടുന്നുണ്ട്. മാഷേ, എന്ന് വെച്ചാ വിക്രം അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്നാണോ എന്ന് വേദയോട് ചോദിക്കുമ്പോ വേദ പറയും, എനിക്കറിയില്ല അമ്മേ, പക്ഷേ വളരെ അബ്ഡമെന്റായി താൻ തന്നെയാണ് അത് ചെയ്തതെന്ന് വിക്രം അന്ന് കോടതി പറഞ്ഞത് എനിക്ക് മുഴുവനായി ഉൾക്കൊള്ളാനാവുന്നില്ല. എന്തായാലും ഞാൻ ആ കേസിന്റെ പുറകെയാണ്. അന്ന് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് എനിക്കറിയണം. ഞാനത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടുന്ന് പോവാണ്. പോയി കഴിഞ്ഞാ കമലയ്ക്കും, മാഷേ, നമ്മുടെ മകൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ശിക്ഷ അനുഭവിച്ചെന്നാണോ? അങ്ങനെയാണെങ്കിൽ അവൻ ആർക്കു വേണ്ടിയായിരിക്കും മാഷെ ആ കുറ്റം ഏറ്റെടുത്തത്? മാഷ് പറയും, എനിക്കറിയില്ല കമല. കമലയ്ക്കും ഇത്രയും കാലം മാഷ് അവനെ അകറ്റി നിർത്തിയത് ചെയ്യാത്ത കുറ്റത്തിനാണെന്ന് വരൂ മാഷെ? മാഷിന് വല്ലാത്തൊരു ഞെട്ടൽ വരികയാണേ. അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ചായയുടെ ഗ്ലാസ് അവിടെ വെച്ചിട്ട് പറയും, അങ്ങനെ വരില്ല കമല. ഒരിക്കൽ പോലും അവൻ ആ തെറ്റെന്നോട് നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല, ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവൻ സ്വയം തിരുത്താനല്ല, കൂടുതൽ തെറ്റിലേക്കാ പോയത്. അവനോടുള്ള ഇഷ്ടം കൊണ്ട് ആ കുട്ടി ആ ഒരു മറ തീർക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവനായി അവനെ സ്വയം ചിത്രീകരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ ജീവിതം വെച്ച് ആ പാവം എന്തിനാ കൽപ്പിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത് കമല. കമലയ്ക്ക് എന്ത് പറയണമെന്നൊന്നും അറിയാതെ, ഏതാ വിശ്വസിക്കേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. അങ്ങനെ രാത്രി ആയിരിക്കും കേട്ടോ. വിക്രമിന്റെ റൂമിലാണ് വേദയും വിക്രമും സംസാരിക്കുക. വിക്രം പറയും, എനിക്കും മനസ്സിലാവാത്തത് അതന്നെ. വേദ പറയും, നിങ്ങൾക്ക് മാത്രമല്ല, ആ കേസിന്റെ നാൾവഴികൾ നോക്കുമ്പോ ചില കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കാൻ പാടുണ്ട്. അതാ ഞാൻ അന്വേഷിക്കാന്ന് വെച്ചത്. അപ്പൊ വിക്രം പറയും, ഒരിക്കൽ പോലീസ് അന്വേഷിച്ച് കോടതി ശിക്ഷയും വിധിച്ച കേസായത്. ഇനി നീയായിട്ട് അത് തുറക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വേദ പറയും, നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോ ചില കാര്യങ്ങളെ എനിക്കിവിടെ ബോധ്യപ്പെടണല്ലോ. വിക്രം ചോദിക്കും, എന്തിന്? വേദ പറയും, ഒരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റ് ആയിട്ട് കൂട്ടിയാ പോരെ? വിക്രം ചോദിക്കും, അക്കാദമിക് ഇൻട്രസ്റ്റോ? വേദ പറയും, ആ, നെല്ലും പതിരും വേർതിരിക്കുന്ന പോലെ പഴയ ചില കേസുകളുടെ നാൾ വഴികളിലൂടെ സഞ്ചരിച്ച് സത്യവും അസത്യവും തിരഞ്ഞ് കണ്ടെത്തി വിട്ടുപോയ കണ്ണികൾ ചിലത് പൂരിപ്പിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്തുക. ഒരു ജൂനിയർ വക്കീലിന് കഴിയുന്ന ഏറ്റവും നല്ല വലിയ എക്സസൈസ് അല്ലേ അത്? വിക്രം പറയും, അപ്പൊ നീ എന്റെ ജീവിതം വെച്ച് തൊഴിൽ പഠിക്കാൻ പോവാണോ? വേദ പറയും, ഇത്രയും നല്ലൊരു സ്പെസിമെൻ കയ്യിലുള്ളപ്പോ ഞാൻ എന്തിനാ വേറെ കേസ് തപ്പി പോകുന്നത്? എന്താ ശരിയല്ലേ എന്ന് വെച്ച് വിക്രം കട്ടിലിരിക്കുമ്പോ വേദയും അടുത്ത് ചെന്നിരിക്കും. വിക്രം പറയും, ഗുണം ഉണ്ടാവില്ല, നിരാശയായിരിക്കും ഫലം. അവസാനം ഒരിക്കൽ കൂടെ നീ മറ്റുള്ളവർക്ക് മുന്നിൽ പറയേണ്ടി വരും, വിക്രം സുധാകരൻ ഒരു പെഡ്ലറും ഒരു കൂലിത്തല്ലുകാരനും ഗുണ്ടയും ആയിരുന്നു എന്ന്. വേദ പറയും, എനിക്ക് മനസ്സിലാവാത്തത് ഇതാ, ക്രിമിനൽ എന്ന് പോലീസ് പേരിട്ട് വിളിക്കുന്ന മറ്റാർക്കും കിട്ടാത്ത ആനുകൂല്യങ്ങളുള്ള ആളാണ് നിങ്ങൾ. ഈ വീട്ടിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അച്ഛനാണെങ്കിൽ പോലും നിങ്ങളോട് ഉള്ളിൽ വെറുപ്പില്ല. എന്നിട്ടും നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഹോമിക്കാൻ ശ്രമിക്കുന്നത്? ജയിലിൽ നിന്ന് പുറത്തു വന്ന നിങ്ങളെ ആ സാഹചര്യത്തിൽ ശ്രീനിവാസന് ഉപയോഗിക്കാൻ തുടങ്ങായിരുന്നു. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നിങ്ങളെ പറഞ്ഞു വിട്ടുകൊണ്ട് ഒരിക്കൽ പോലും തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. വിക്രം പറയും, മതി, അല്പസമയം മിണ്ടാതിരുന്നു എന്ന് കരുതി വലുതായിട്ട് അങ്ങ് കയറി ഉപദേശിക്കാൻ നിൽക്കല്ലേ. വേദ പറയും, ഞാൻ പോയേക്കാം, പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ വിളിച്ചു പറയും. അന്ന് നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് എനിക്കറിയണം. ശരി എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ. വിക്രം ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ വേദ അവിടെ നിന്ന് നേരെ ആ വീടിനകത്തേക്കാ പോകുന്നത്. വരാന്തയിൽ നിന്ന് അകത്ത് കയറുമ്പോ കമല നടന്നു വരുന്നുണ്ട്. അമ്മ ഇപ്പം മിണ്ടാറില്ലല്ലോ, അതുകൊണ്ട് വേദയും മിണ്ടാൻ നിൽക്കുന്നില്ല. വേദ പോകാൻ തുടങ്ങുമ്പോ, മോളെ, മോള് പറഞ്ഞതുപോലെ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണോ? വേദ പറയും, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. വിക്രം ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ ഇവിടെ അമ്മയ്ക്ക് അറിവുള്ളതല്ലേ? കമല പറയും, അതല്ല, പണ്ട് വിക്രം ആദ്യമായി ജയിലിൽ പോയത്, അവൻ ജയിലിൽ പോയത് ചെയ്യാത്ത തെറ്റിലാണോ? വേദ പറയും, എന്ന് മുഴുവനായി പറയാൻ എന്റെ കയ്യില് തെളിവൊന്നുമില്ലല്ലോ അമ്മേ. പക്ഷെ ആ കാര്യത്തിൽ ഇപ്പോഴും വിക്രം പറയാത്തതായി ചിലതൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കമല പറയും, മോള് പറഞ്ഞതുപോലെ മാഷ് റിട്ടയർ ചെയ്യുന്ന ദിവസം അത്രയും നാളുകൊണ്ട് മാഷ് ഉണ്ടാക്കിയെടുത്ത അന്തസ്സിനും കീർത്തിക്കും കളങ്കം വന്നൂടാ എന്ന് കരുതി അവൻ മനഃപൂർവ്വം ഏറ്റെടുത്ത കുറ്റാണോ? അങ്ങനെയായി വരുമോ? വേദ പറയും, അറിയില്ല അമ്മേ. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ വിക്രമിനെ ആ നിഴലിൽ നിന്നും മാറ്റി നിർത്തണം. എന്റെ ലക്ഷ്യം അതാണ് എന്ന് പറഞ്ഞ് അമ്മയുടെ കൈ പിടിച്ചതിനു ശേഷം വേദ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ, മോളെ എന്ന് വിളിച്ച് വേദയുടെ കൈ തിരികെ പിടിക്കാണ് കമല. എന്നിട്ട് പറയും, നീ എന്നോട് പൊറുക്കണം. അത് കേൾക്കുമ്പോ വേദ ഞെട്ടിപ്പോവും. എന്താ അമ്മേ? ചിലപ്പോഴെങ്കിലും ഞാൻ നിന്നോട് പുറമെ നിരസം കാണിച്ചിട്ടുണ്ട്, അകലം പാലിച്ച് പെരുമാറിയിട്ടുണ്ട്. അതൊന്നും അമ്മ ആഗ്രഹിച്ച് ചെയ്തതല്ല മോളെ. നിന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമെന്ന് നിന്റെ അമ്മ ഇവിടെ വന്ന് കാലു പിടിച്ച് പറഞ്ഞപ്പോ
അങ്ങനെ പറ്റിപ്പോയതാ. വേദ ഒന്ന് ഷോക്കാവും. എന്നിട്ട് പറയും, മനസ്സറിഞ്ഞ് അമ്മയ്ക്ക് അതിനൊന്നും കഴിയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും എന്റെ മനസ്സിലില്ല അമ്മേ, പോരെ. അത് കേൾക്കുമ്പോ കമലിക്ക് സന്തോഷാകും. വേദയുടെ കെട്ടിപ്പിടിക്കണേ. വേദ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് കുഞ്ഞിനെ പോലെ നോക്കും. ശേഷം വേദ പറയും, വാ അമ്മേ. അങ്ങനെ രണ്ടുപേരും കൂടെ ആ പിണക്കൊക്കെ മാറി ഇപ്പൊ അകത്തേക്ക് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം കോടതി വരാന്തയിലാണ്. അവിടെ ദർശൻ ഇങ്ങനെ ചായ കുടിച്ച് നിൽക്കുമ്പോ, അതെ, ഒരു ചായ എനിക്കും ആവാം, അതിനെന്താ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന ചായ ചേട്ടന്റെ അടുത്ത് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുക. ഇന്നേതെങ്കിലും കേസുണ്ടോ? ഇല്ല, സീനിയറിനുണ്ട്. ആളുടെ ക്രോസ് ഒന്ന് കേൾക്കാൻ വേണ്ടി വന്ന. അങ്ങനെ ക്യാഷ്വലായി ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കും. അങ്ങനെ ആ കഴിഞ്ഞ കേസിനെ കുറിച്ചൊക്കെ അവര് സംസാരിക്കും. പിന്നെ ഞാനിപ്പോ വന്നത് ദർശനോട് ഒരു ഹെൽപ്പ് ചോദിക്കാനാണ്. എന്താ വേദ, പറഞ്ഞോളൂ. ദർശൻ അറിയാലോ, വിക്രമിന് ഇപ്പോഴും ആൾക്കാർ കാണുന്നത്, അച്ഛനടക്കം എല്ലാവരും കാണുന്നത് ആ പഴയ കേസിന്റെ നിഴലില. ഞാൻ വിക്രമിനെ മനസ്സിലാക്കിയെടുത്തോളം മറ്റുള്ളവർ പലരും ആരോപിക്കുന്ന ഒന്നും തന്നെ വിക്രം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പഴയ കേസൊന്ന് പഠിച്ചാൽ കൊള്ളായിരുന്നു. ദർശൻ ചോദിക്കും, യു മീൻ പണ്ടയാൾ ജയിലിൽ പോയ കേസാണോ? അതെ, എന്റെ അച്ഛൻ വിക്രമിനെ ശിക്ഷിച്ച അതേ കേസ്. അതെന്ന് വാദിച്ചത് ചക്രവാണി സാറാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അതുപോരാ, അതിന്റെ സാക്ഷികൾ അറസ്റ്റ് ചെയ്തപ്പോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് എനിക്ക് നേരിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട്. ദർശൻ എന്നെ ഒന്ന് സഹായിക്കണം. ദർശൻ പറയും, ഷുവർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്, താങ്ക് യു എന്ന് വേദയും പറയും. അങ്ങനെ അവരവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ചായ കുടിക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ തന്നെ പത്മം വന്നിട്ട്, എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ ആന്ന് പറയുമ്പോ അതെടുക്കാനായിട്ട് പോവും. അങ്ങനെ ശങ്കരൻ അവിടെ സോഫയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും പത്മം ചായ ഉണ്ടാക്കി വെച്ചിരുന്നോ, അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. അത് വാങ്ങിച്ചിട്ട് ശങ്കരൻ പറയും, നീ ഇരിക്കി. അമ്മ എവിടെ? അമ്പലത്തിൽ പോയിരിക്ക. ഈയിടെയായിട്ട് അമ്മ അമ്പലത്തിലാണല്ലോ. പത്മം പറയും, അമ്മയുടെ കാര്യം അറിയാലോ, എപ്പോഴും പ്രാർത്ഥന തന്നെ. അതിന്റെ ഗുണം ഉണ്ടാവുന്നുണ്ട്. വേദ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. പത്മം പറയും, അത് മുമ്പേ തുടങ്ങിയതാണല്ലോ. ഞാൻ കരുതിയത് വിക്രമിന്റെ ചേട്ടന് ജാമ്യം എടുക്കാൻ വേണ്ടിയാണ് അവൾ ഇറങ്ങിയെന്നാ. ഇതിപ്പോ ചക്രവാണിയുടെ ജൂനിയർ എന്ന പേരില് എല്ലാ ദിവസവും കോടതിയിൽ വരുന്നുണ്ട്. ഇന്ന് കോടതിയിലേക്ക് ചെല്ലുമ്പോ വരാന്തയിൽ വെച്ച് ഞാൻ അവളെ കാണുകയും ചെയ്തു. നിങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നില്ലേ? സന്തോഷായില്ലേ കോടതിയിൽ കേട്ടത്? അവള് മജിസ്ട്രേറ്റ് ആവാനുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. അത് നല്ല കാര്യല്ലേ? ശങ്കരൻ പറയും, നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? പിന്നല്ലാതെ, എവിടെ ഇരുന്നാലും അവൾ നമ്മുടെ ആഗ്രഹം പോലെ ജീവിക്കാന്നുള്ളതല്ലേ പ്രധാനം. ശങ്കരൻ പറയും, ഇതൊക്കെ ചെയ്യുന്നത് അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണെങ്കിൽ നല്ലത്. പക്ഷേ എന്തു പറ്റി? ശങ്കരൻ പറയും, ഇത് എന്നോടുള്ള വെല്ലുവിളിയാണെങ്കിൽ. പത്മൻ ചോദിക്കും, വെല്ലുവിളിയോ? ശങ്കരൻ പറയും, അതെ, ഞാൻ തടവിലേക്ക് അയച്ച പലതവണ എന്റെ പ്രതിക്കൂട്ടിൽ നിന്ന അവന്റെ ഭാര്യയായി ജീവിച്ചുകൊണ്ട് തന്നെ എന്റെ മുന്നിൽ ഒരു കേസ് ജയിച്ചു കാണിച്ചു തരുന്നുള്ള വാശിയാണെങ്കിൽ. പത്മൻ പറയും, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇനിയിപ്പൊ അങ്ങനെ ഒരു വാശിയാണെങ്കിൽ തന്നെ ശങ്കരേട്ടൻ എന്താ? കോടതിയിൽ അവള് വാദിക്കുന്ന കേസല്ല പ്രധാനം. അവള് വാദിക്കുമ്പോ കേസ് ജയിക്കട്ടെ, പരീക്ഷ എഴുതി പാസ്സാവട്ടെ. ഈ കുടുംബത്തിന് അങ്ങനൊരു പിന്തുടർച്ച അവകാശമുണ്ടെന്ന് നമുക്ക് സമാധാനിക്കാലോ. അപ്പോഴും ശങ്കരൻ വേറെന്തോ ആലോചിച്ചോണ്ടിരിക്കുമ്പോ പത്മം പറയും, ശങ്കരേട്ടന്റെ മനസ്സിലെ മറ്റെന്തോ ആണല്ലോ. വേദകോടതിയിലെ പ്രാക്ടീസ് തുടങ്ങിയതല്ല ഇപ്പൊ നിങ്ങളെ അസ്വസ്ഥനാക്കുന്നത്. അതെനിക്ക് ഉറപ്പാ. പറ ശങ്കരേട്ട, എന്താ കാര്യം? അപ്പൊ ശങ്കരൻ ഒന്നും പറയാതെ അവിടെ നിന്ന് പോവാണേ. ഇതൊന്നും എന്തിനാണെന്ന് മനസ്സിലാവാതിരിക്കുക പത്മ അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ആ ശ്രീനി സാറിന്റെ വീട്ടിലാട്ടുള്ളത്. അവിടുന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ വിക്രം ആലോചിക്കുന്നത്? ശ്രീനി സാർ ചോദിക്കുമ്പോ, ഏറ്റെടുക്കാൻ പോകുന്ന പദ്ധതി അത്ര ചെറുതല്ലല്ലോ, അതിന്റെ ടെൻഷനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ വിക്രം പറയും, ടെൻഷനില്ല ചേച്ചി. ശ്രീനിവാസൻ ചോദിക്കും, പിന്നെന്താ കാര്യം? വേറെ എന്തെങ്കിലും കാര്യം ഓർത്തിട്ടാണോ? ശ്രീകാന്തായിട്ട് ഡയറക്റ്റായി ഏറ്റുമുട്ടേണ്ടി വരുന്നുള്ള പേടിയാണോ? എനിക്കോ എന്ന് വിക്രം വീണ്ടും ചോദിക്കുമ്പോ, പിന്നെന്താ, യൂണിയന്റെ കാര്യം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോ വിക്രം മിണ്ടാതിരിക്കുന്നേ? എന്റെ ടെൻഷൻ ഇവരാരുമല്ല സാർ, ആ ഫാക്ടറിയിലെ തൊഴിലാളികളാ. പാർട്ടിക്ക് വേണ്ടി ഫാക്ടറിയിലെ യൂണിയന്റെ ചാർജ് ഏറ്റെടുക്കുക എന്നുള്ളത് ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതെ. വിക്രം പറയും, എനിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്നുള്ളതാണ് സംശയം. സുധ പറയും, ശ്രീനേട്ടൻ പറയുന്നത് വിക്രമിനെ പോലുള്ള ചെറുപ്പക്കാരാണ് ഇതിലേക്ക് വരേണ്ടതെന്നാ. ശ്രീനി സാറ് പറയും, നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവനും പാർട്ടി യൂത്ത് വിങ്ങില് ഒതുക്കി നിർത്തിയിരിക്കുക. ഇലക്ഷൻ വരുമ്പോഴും പ്രധാന ചുമതലകൾ വരുമ്പോഴും അവർക്ക് പരിഗണന കുറയാറാ പതിവ്. അവർക്കിനിയും അവസരമുണ്ടല്ലോ എന്നുള്ള ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നു. നമ്മുടെ പാർട്ടിയും വ്യത്യസ്തമല്ല. അധികാരത്തിന്റെ രസം നുണഞ്ഞാ പിന്നെ വിടാൻ പാടാ. യൂണിയന്റെ പ്രധാന നേതൃസ്ഥാനത്ത് ആ ഫാക്ടറി തന്നെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകരുണ്ടാകും. പക്ഷെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വിക്രമിനായിരിക്കും പ്രധാന ചുമതല. പ്രോഗ്രസീവ് പാർട്ടിയുടെ പ്രധാന പ്രതിനിധിയെ വിക്രം അവിടെ വേണം. വിക്രമിന്റെ ചേട്ടനെതിരെ ശ്രീകാന്ത് അങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ടുവന്നപ്പോ
നേരിടാൻ നമുക്ക് അങ്ങനെ ഒരു യൂണിറ്റ് ഇല്ലാണ്ട് പോയി. ഇല്ലെങ്കിൽ ആ കളി നമുക്ക് മറ്റൊരു രീതിയിൽ കളിക്കായിരുന്നു. ശ്രീകാന്തായിട്ടുള്ള വിക്രമിന്റെ യുദ്ധത്തിന്റെ രീതി മാറുന്നു എന്ന് കരുതിയാൽ മതി. അധികാരത്തിലുള്ള വിക്രമിനെ ഇനി പഴയതുപോലെ നേരിടാൻ ശ്രീകാന്ത് മടിക്കും. എന്താ ഇനി സംശയമുണ്ടോ? അപ്പൊ വിക്രം പറയും, ഇല്ല സാർ, എനിക്ക് സമ്മതോ. അപ്പൊ ശ്രീനി സാറെ പുളിക്കലിനെ വിളിക്കും. അപ്പോഴാണ് പുളിക്കലകത്തേക്ക് വന്നിട്ട് കാര്യം അന്വേഷിക്കുന്നത്. മുമ്പ് നിന്റെ വിവാഹം നടന്നപ്പോ ആ പോസ്റ്റർ അടിച്ചത് പുളിക്കലാണ്. വിക്രമിനെ സമ്മതാണെന്ന് സെക്രട്ടറി വിളിച്ചു പറയും. നല്ല ദിവസം നോക്കി വിക്രം തന്നെ ഉദ്ഘാടനം നടത്തുന്നു പറ. അപ്പൊ വിക്രം ഞെട്ടും. ഞാനോ? ശ്രീനി സാർ ചോദിക്കും, ഇനി അതിനെന്തിനാ വേറൊരാള്? ശരി സാർ. എന്നിട്ട് പോവാൻ തുടങ്ങുമ്പോ പുളിക്കല് പറയും, പുറത്തൊരാൾ കാത്തിരിപ്പുണ്ട്. തേരാട്ടിൽ ശ്രീധരൻ. എന്താ വേണ്ടത് എന്ന് നോക്കുമ്പോ ശ്രീനി സാർ ഒന്ന് ഞെട്ടുന്നുണ്ട്. വരാൻ പറയൂ. പുളിക്കലെ അങ്ങനെ വിളിക്കാൻ പോകുമ്പോ വിക്രമിനോട് ശ്രീനി സാർ ചോദിക്കും, മനസ്സിലായോ? വിക്രം പറയും, ആ കോള കമ്പനിക്ക് എതിരെ സമരം ചെയ്ത അത് തന്നെ, വലിയ ആക്ടിവിസ്റ്റാ, പഴയ കാല നക്സൽ. നമ്മളെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരോട് ഇപ്പോഴും ഭരണപുച്ഛവും പരിഹാസവും. ഈ വരവ് എന്തിനാണാവോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അങ്ങനെ അകത്തേക്ക് വരിക. വാതിലിന്റെ അവിടെ വന്നു നിന്നിട്ട് അകത്തേക്ക് വരാലോ അല്ലേ? ശ്രീനി സാർ പറയും, പിന്നെന്താ? എന്താ ശ്രീധരേട്ടാ അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിച്ചേ ശ്രീനി സാർ അടുത്തേക്ക് ചെല്ലും. നിങ്ങളെപ്പോലുള്ളവർ വരുന്നത് ഞങ്ങൾക്ക് അന്തസ്സല്ലേ? ആയിരിക്കാം, പക്ഷെ എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങളെപ്പോലൊരാളെ തേടി വരാന്നുള്ളത് എനിക്ക് അന്തസ്സില്ലെന്ന് മാത്രം. ശ്രുതിയോട് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയുമ്പോ അങ്ങനെ പറയും വേണ്ടാന്ന്. ശരി, അറ്റ്ലീസ്റ്റ് ഇരുന്ന് സംസാരിക്കാലോ. ഏറെ സമയം നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വന്നാള് പറയും, നിങ്ങൾക്കിരിക്കാം, പക്ഷേ എനിക്ക് വന്ന കാര്യം പറഞ്ഞിട്ട് പോകാം. ശ്രീനി സാറ് പറയും, ശരി. ശ്രീധരേട്ടൻ പറയൂ, എന്താ വന്നതിന്റെ കാരണം? ശ്രീധരൻ പറയും, നിങ്ങൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ഈ ഗുണ്ട നിങ്ങളുടെ പിൻഗാമിയായി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ശ്രീനി സാറ് വിക്രമിനെ നോക്കും. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ ശ്രീധരേട്ടൻ? ശ്രീധരൻ പറയും, ആയിക്കോട്ടെ, പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പില് നിങ്ങൾ മത്സരിക്കാൻ പോവാണെന്ന് കേട്ടു, അത് ശരിയാണോ? അപ്പൊ ശ്രീനി സാറ് ചിരിച്ചിട്ട് പറയും, ശ്രീധരേട്ട, നിങ്ങൾക്ക് എന്തിനാ എന്നോട് ഇത്രയ്ക്ക് വൈരാഗ്യം? ഒരു വർഷം ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും നിങ്ങൾ എനിക്കെതിരെ മുന്നിൽ വന്നു. അന്ന് മത്സരിക്കാൻ നിന്ന എക്സ്-MLA അഴിമതി കഥ തെളിവ് സഹിതം ഞാൻ രംഗത്ത് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ ഹൈക്കോടതിയിൽ എനിക്കെതിരെ കേസിന് പോയി. ഇത്തവണയും തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രം നിൽക്കുമ്പോ നിങ്ങൾ അതേ ചോദ്യമായിട്ട് വരുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? ശ്രീധരൻ പറയും, കള്ളക്കടത്തും കൊലപാതകവും കൊള്ളപ്പലിശയും ഗുണ്ടാപ്പിരിവുമായി നടക്കുന്നവൻ ജനങ്ങളുടെ വോട്ട് വാങ്ങി അവരെ ഭരിക്കാൻ പ്രാപ്തനല്ല എന്നതാണ് എന്റെ പ്രശ്നം. അതിന് നിങ്ങൾ തുനിയുന്ന പക്ഷം ഞാൻ ഏതറ്റം വരെയും പോകും. നിങ്ങൾക്കെതിരെയുള്ള ഒരുപാട് കേസുകൾ ഞാൻ പൊടിതട്ടിയെടുക്കും. ശ്രീകാര്യൻ ശ്രീനിവാസൻ എന്ന ഗുണ്ട സാധാരണക്കാരുടെ നികുതി വാങ്ങി അഴിമതിക്ക് വേണ്ടി ബലിയാടുകളാക്കാൻ പോകുന്ന ഭരണാധികാരി ആവണ്ട. ആദ്യമേ പിന്മാറിയാൽ നിങ്ങൾക്ക് നന്ന്. വിക്രമിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല. വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് പോവാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങുമ്പോഴായിരിക്കും വേദ ഓട്ടോയിൽ അങ്ങോട്ട് വരുന്നത്. ഇയാൾ ഇറങ്ങുമ്പോ വേദയെ കാണാം. അയാൾ വന്നിട്ടേക്കും, ഈ ഓട്ടോ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണോ? വേദ പറയും, അല്ല, എങ്കിൽ കുട്ടി വന്ന പൈസ കൊടുത്തോളൂ, എനിക്ക് ഈ ഓട്ടോ വേണം. അങ്ങനെ വേദ ആ വണ്ടിയുടെ പൈസയൊക്കെ കൊടുക്കുക. വേദയ്ക്ക് അങ്ങനെ കാണുമ്പോ എവിടെയോ പരിചയം. സാർ, തേരാട്ടെ ശ്രീധരൻ സാറല്ലേ? ആ അതെ. വേദ പറയും, എനിക്കറിയാം, എന്റെ അച്ഛനെ കാണാൻ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ കോളേജിലേക്ക് ക്ഷണിക്കാൻ ഞാനും വന്നിട്ടുണ്ട്. അച്ഛനെന്ന് പറയുമ്പോ ആരാ? അയാൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. വേദ പറയും, ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ. ആ അല്ല, അപ്പൊ ഇവിടെ? വേദ പറയും, ഈ വീട്ടിലേക്കാ? ശ്രീകാര്യം ശ്രീനിവാസന്റെയോ എന്ന് ശങ്കരേട്ടൻ ചോദിക്കും. വേദ എന്ന് തലയാട്ടുമ്പോ ശ്രീധരേട്ടൻ ചോദിക്കും, ജില്ലാ ജഡ്ജ് ശങ്കരനാരായണന്റെ മകൾ എന്തിനാ ഇങ്ങനെയുള്ള സാമൂഹ്യദ്രോഹികളുമായിട്ട് കൂട്ടുകൂടുന്നത്? ഹോ, ശങ്കരനാരായണന്റെ മകൾ ശ്രീനിവാസന്റെ ഒരു ഗുണ്ടയുടെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് കുട്ടിയാണല്ലേ? വേദ ഒന്നും പറയാതെ തല താഴ്ത്തി നിൽക്കും. അയാൾ പറയും, കഷ്ടം എന്ന് പറഞ്ഞേ ആ വണ്ടിക്കാരോട് വണ്ടി എടുക്കാൻ പറഞ്ഞ് അതിൽ കയറി പോവാ. വേദ വല്ലാത്തൊരവസ്ഥയില് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ റിവ്യൂലുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്